ഇന്ന് 2025 ഫെബ്രുവരി 3-ാം തീയതിയാണ്. ഇതിനോടകം തന്നെ കേരളത്തിലെ ഭൂരിഭാഗം പ്ലസ് ടു സയൻസ് വിദ്യാർത്ഥികൾക്കും അവരുടെ മുഴുവൻ പ്രാക്ടിക്കൽ എക്സാംസും തീർന്നിട്ടുണ്ടായിരിക്കും. പലർക്കും തീർന്നിട്ടുണ്ടായിരിക്കില്ല. നിങ്ങളുടെ സ്കൂളുകളിൽ നിങ്ങൾക്ക് ഏതൊക്കെ പ്രാക്ടിക്കൽ എക്സാംസ് തീർന്നിട്ടുണ്ട്, ഇനി ഏതൊക്കെയാണ് ബാക്കിയുള്ളത് എന്നുള്ളത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് താഴത്തെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് രേഖപ്പെടുത്തണേ. കാരണം അതിനനുസരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനോടകം തന്നെ നിങ്ങളിൽ പലരും ഇപ്പോൾ സ്റ്റഡി ലീവ് എടുത്ത വിദ്യാർത്ഥികളായിരിക്കാം, അല്ലെങ്കിൽ ഇനിയുള്ള ദിവസം സ്റ്റഡി ലീവ് എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കാം. നിങ്ങളെല്ലാവരും സ്റ്റഡി ലീവ് എടുത്തതിന് ശേഷം വീട്ടിലിരുന്ന് എന്താണ് ചെയ്യുക എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ എല്ലാവർക്കും കൃത്യമായിട്ട് പഠിക്കണം, ഇനിയുള്ള ദിവസങ്ങളിൽ നല്ലപോലെ ഇന്ന് പഠിക്കണമെന്ന് പറയുന്ന വാശി, ആഗ്രഹം എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിരിക്കും. പക്ഷേ എങ്ങനെ പഠിച്ചു തുടങ്ങണം, ഏത് പഠിച്ചു തുടങ്ങണം, എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള പ്ലാനോ ഒരു ഐഡിയോ നിങ്ങൾക്ക് ആർക്കും തന്നെ ഉണ്ടായിരിക്കില്ല. പിറകിൽ നിന്ന് ഒരാൾ പുഷ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ കൃത്യമായി പഠിച്ചേനെ എന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ഫിസിക്സ് പഠിച്ചു തുടങ്ങണമെന്ന് വിചാരിക്കും. ഞാൻ ഫിസിക്സ് പഠിക്കാൻ ഇരിക്കുകയാണെങ്കിൽ അപ്പോഴാണ് ഓർക്കുന്നത് മാത്സിൽ ഇൻ്റഗ്രേഷൻ എനിക്ക് അറിയുന്നില്ല. അപ്പോൾ മാത്സിൽ നിന്ന് പഠിക്കാമെന്ന് പറഞ്ഞ് ബുക്ക് എടുത്ത് വെക്കുമ്പോഴുണ്ട് എനിക്ക് കെമിസ്ട്രിയിലെ ഓർഗാനിക് കെമിസ്ട്രിയിലെ റിയാക്ഷൻസ് അറിയുന്നില്ല. ഇങ്ങനെ ഓരോ സബ്ജക്റ്റിലോട്ടും സ്വിച്ച് ചെയ്യുന്നല്ലാതെ ഇന്നേ ദിവസം വരെ ഒന്നും നിങ്ങൾ കൃത്യമായി പഠിച്ചു തീർത്തിട്ടുണ്ടായിരിക്കില്ല. കാരണം നിങ്ങൾ ഓരോ ദിവസവും പഠിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ തിരയുകയാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് താഴത്തെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ. നിങ്ങളിൽ പലരും തന്നെ സൈലത്തിൻ്റെ 10 ഡേയ്സ് സ്റ്റഡി ചലഞ്ച് വന്നതിന് ശേഷം ഇരുന്ന് പഠിച്ചു തുടങ്ങാം എന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥികളാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ തെറ്റിക്കാതെ തന്നെ സൈലത്തിൻ്റെ 10 ഡേയ്സ് സ്റ്റഡി ചലഞ്ച് നാളെ വൈകുന്നേരം 7 മണിക്കുള്ള ലൈവിൽ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ കഴിഞ്ഞ ക്രിസ്മസ് എക്സാം വരെ ഉണ്ടായിരുന്ന 10 ഡേയ്സ് സ്റ്റഡി ചലഞ്ച് പോലെ ആയിരിക്കില്ല ഇനിയുള്ള 10 ഡേയ്സ് സ്റ്റഡി ചലഞ്ച് എന്ന് പറയുന്നത്. മാറിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അനുസരിച്ചുകൊണ്ടാണ് നമ്മളുടെ ഈ 10 ഡേയ്സ് സ്റ്റഡി ചലഞ്ചും ഇനി വരാൻ പോകുന്ന സ്റ്റഡി ചലഞ്ചെല്ലാം മാറ്റം വരുത്തിയിരിക്കുന്നത്. ആ മാറ്റം എങ്ങനെയുള്ളതാണെന്നൊന്ന് ഒരു ഐഡിയ തരാം. കാരണം നമ്മുടെ 10 ഡേയ്സ് സ്റ്റഡി ചലഞ്ചിലെ ലൈവ് ക്ലാസ്സിൽ നമ്മൾ കൂടുതലും ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാർ, ചാപ്റ്റേഴ്സ് പോലും കൃത്യമായിട്ടുള്ള അറിയാത്ത, അല്ല കൺസെപ്റ്റുകളും കൃത്യമായിട്ട് അറിയാത്ത ഞാൻ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ മാത്രം ഇരുന്ന് പങ്കെടുത്താൽ എനിക്ക് മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക, ഈ ചാപ്റ്റേഴ്സൊക്കെ ഞാൻ എപ്പോഴാണ് ഇരുന്ന് പഠിക്കുക എന്നൊരു തോന്നൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായേക്കാം. ഇനി വരാൻ പോകുന്ന 10 ദിവസങ്ങളിൽ ഓരോ സമയവും ഓരോ സബ്ജക്റ്റിലെയും ഓരോ ചാപ്റ്റേഴ്സും എപ്പോഴിരുന്ന് പഠിക്കണമെന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള പ്ലാനാണ് നാളെ വൈകുന്നേരം 7 മണിക്കുള്ള ലൈവിൽ നിങ്ങളുമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ 10 ദിവസം ഒറ്റ മൈൻഡ് ഇരുന്ന് പഠിക്കുക എന്ന വാശിയോടുകൂടി തന്നെ പഠിക്കുകയാണെങ്കിൽ ഈ 10 ദിവസം മാത്രം മതി പ്ലസ് ടുവിലെ മുഴുവൻ പാഠഭാഗങ്ങളും കവർ ചെയ്യാനും ഒരുപാട് ചോദ്യങ്ങളിലൂടെ കടന്നു പോകുവാനും. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമാണ്, ഈ ലൈവിൻ്റെ ലിങ്ക് മാക്സിമം എല്ലാ പ്ലസ് ടു സയൻസ് വിദ്യാർത്ഥികളിലോട്ടും എത്തിക്കുക. കാരണം നിങ്ങളുടെ ഒരു ഷെയർ എന്ന് പറയുന്നത് മറ്റുള്ള ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ നാളെ വൈകുന്നേരം 7 മണിക്കുള്ള ലൈവിൻ്റെ ലിങ്ക് താഴെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കയറി എല്ലാവരും ലൈക്ക് ചെയ്യുക, അതും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, നോട്ടിഫൈ എനേബിൾ ചെയ്ത് വെക്കുക. നാളെ വൈകുന്നേരം 7 മണിക്കത്തെ ലൈവ് നിങ്ങൾ ഒരു കാരണവശാലും മിസ്സാക്കാൻ പാടാത്ത ഒരു ലൈവാണ്. ആ ലൈവിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കണം. എല്ലാവരും ധൈര്യത്തോടു കൂടി ഇരിക്കുക, കോൺഫിഡൻസ് ഒട്ടും നഷ്ടപ്പെടുത്തേണ്ടതില്ല. ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം തന്നെയുണ്ട്.